ഹലോ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വഭാവം നമ്മൾ ബ്രേക്കിലേക്ക് ഇവിടെ കളിക്കാനാണ് ഗൈസ്. കാരണം നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഇവന്റ് നടക്കുക, നേരമില്ലാത്ത സംസാരിക്കാൻ നേരമില്ല. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇതൊക്കെ എന്താ ഒരു സാധനം നല്ലത് ആ ഇതേടാ മോനെ അടിച്ചു പിടിച്ചോട്ടെ. അയ്യോ 24,000 യോ മോനെ എടാ 24,000 രൂപയുടെ സാധനമാടാ. എടോ 24,000 രൂപ എടോ. വേറെ ഉണ്ടോ നോക്കട്ടെ, നല്ലത് വല്ലോണ്ട്. ആ അപ്പൊ അത് വേണോടാ, അത് ഭയങ്കര ഉപകാരപ്രദമാണ്. എടോ സാധനം കൊണ്ടുപോടാ അവൻ. ഗായ്സ് നല്ലൊരു ഇവന്റ് കൃത്യം ഞാൻ കേറിയപ്പോ ഇവന്റ് വന്നു. 33,000 രൂപ ഗായ്സ്. എന്നെ അടിച്ചിടൂടാ പട്ടി. അയ്യോ എന്റെ കയ്യിൽ നിന്ന് പോയി ഗായ്സ്. നമ്മുടെ കയ്യിൽ പോയി ഗൈസ്. എന്നെ പരിപാടിയാണ് ഗൈസ്. നമ്മുടെ കയ്യിൽ ഉണ്ട് ഗൈസ് പവറൊക്കെ, പക്ഷെ അത് ഉപയോഗിക്കാത്തയാണെന്ന് മാത്രം. എടാ അവനക്കൊക്കെ സ്വന്തമായിട്ട് പൊട്ടിച്ചെടുത്താ പോരെ, പിന്നെ മറ്റുള്ളവരുടെ തട്ടിപ്പറിച്ച് മേടിക്കാൻ തന്നെ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഗൈസ്. അതിനത് ആ ഹൗസ് നയൻ നമ്മൾ അങ്ങനെയല്ലാട്ടോ പേര്. നീ അങ്ങോട്ട് പോയി ഞാൻ അടിച്ചു പൊട്ടിക്കൂടി നിന്നെ. യെസ് ഗൈസ് നമുക്ക് കുറെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. നോക്കട്ടെ ഗൈസ്, നമുക്ക് ആകെ 2 സാധനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഒരെണ്ണം കൊണ്ടുവന്ന് നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് അത് മറ്റവൻ എടുത്തോണ്ട് ഈ 10,000 രൂപയുടെ സാധനം വേണ്ട സെല്ലിയ. യെസ് അല്ല കണ്ടോ ഗൈസ്, 22,000 രൂപയുടെ സാധനം നമുക്ക് കിട്ടിയേ. ലോസ് 20,000 രൂപയുടെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നിങ്ങക്ക് വല്ല വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്താൽ മതി ഗൈസ്. നമുക്ക് എന്തായാലും അത് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന അത്ര ഞാൻ തന്നേക്കാം. എന്റെ ഇത് ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് റീബർത്ത് ചെയ്യാനുള്ളതാണ് ഗൈസ്. റീബർത്ത് ചെയ്യാനുള്ള സാധനമൊക്കെ ആയി, നമുക്ക് റീബർത്ത് ചെയ്യാനുള്ളതാണ്ടേ. അപ്പൊ നമുക്ക് റീബർത്ത് ചെയ്താലോ ഗൈസ്. കുറച്ച് സാധനമൊക്കെ പോവും, അത് വേറെ കാര്യം. നല്ല സാധനങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ട് നമുക്ക് റീബർത്ത് ചെയ്താലോ ഗൈസ്. അതെങ്ങനെ ഉണ്ടാവും, പൊളിക്കൂലേ അങ്ങനെ നമുക്ക് റീബർത്ത് ചെയ്താലോ ഗൈസ്. എടാ ഇതൊക്കെ പൂടാ, ഇത് ഭയങ്കര അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. 40 വിലയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ എന്നാ നമുക്ക് ഫ്യൂസ് മിഷനിൽ കൊണ്ടിടാണവേ. 40,000 രൂപയുടെ എല്ലാ സാധനം നമുക്ക് ഫ്യൂസ് മിഷനിൽ കൊണ്ടിടാം. അതെങ്ങനെ ഉണ്ട്, അത് പൊളിക്കും ഗൈസ്, പൊളിക്കും. 40,000 രൂപയുടെ സാഗ്സോഡ കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഒരു സാഗ്സോഡ ഉണ്ട്, പക്ഷെ അതൊക്കെ പോവില്ലേ. വേറെ സാഗ്സോഡ ഉണ്ട്, ഇതേ കേട്ടോ അവിടെ ഇരിക്കണ ഇതാട്ടോ സാഗ്സോഡ. മുകളിൽ വല്ല കൂടിയ ബ്രെയിനോട്ട് വല്ലതുണ്ടോ? ഉണ്ട് 36,000 രൂപ റെയിൻബോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും, നല്ല വിലയുള്ള സാധനങ്ങളല്ല ഇത്. അങ്ങനെ ഒന്നും വിട്ടുകൊടുക്കാൻ പറ്റാത്ത സാധനങ്ങൾ, ഇതൊക്കെ കളയാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നമുക്ക് കുറച്ച് സാധനം മാത്രം കയ്യിലിരിക്കട്ടെ അല്ലേ, അതായിരിക്കും ഇനി ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വരും. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇവിടെ ഇടാൻ പോവാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ ഇവിടെ ഇടാൻ പോവാ. എല്ലാം ഞാൻ ഇട്ടു. ഇനി ഇത് എവിടെ കൊണ്ടിടാം, ഇതവിടെ ഇത് കൊണ്ടിടാം. ഇനി അടുത്ത ഇവന്റിൽ നമ്മൾ കുറച്ച് സാധനം പിടിക്കും. ഞങ്ങൾക്ക് റീബർത്ത് ചെയ്യാം ഗൈസ്, റീബർത്ത് ചെയ്യാം. എന്നെ റീബർത്ത് ചെയ്യുമ്പോൾ എൻ്റെ എല്ലാം പോകുന്ന അറിയാം, എന്നാലും ഞാൻ കളിയാണ് ഗൈസ്. നമ്മുടെ ഇവിടെ 2 സ്പേസും കൂടെ വരും, കാണിച്ചു തരാം. റീബർത്ത് ചെയ്തു ഗൈസ്. ഭയങ്കര വിഷമമായി ഗൈസ്, ഇതിനകത്ത് എന്താ കിട്ടും? അയ്യോ ഗൈസ്, ഇത് ഇടുവാണ് നമുക്ക് മ്യാവ് കിട്ടും. ഞാൻ കൊടുക്കണം ഗൈസ്, കൊടുക്കണം എന്തായാലും. അയ്യോ എന്റെ പൈസ ഇല്ലാന്ന്, ഞാൻ പോയി പൈസ ഉണ്ടാക്കട്ടെ ഗൈസ്, നമ്മുടെ കയ്യിൽ ഈ ഡ്രാഗൺ മതി ഗൈസ് പൈസ ഉണ്ടാക്കാൻ. റിമൂവ് ഗൈസ്, നമുക്ക് കിട്ടും. യെസ് ഗൈസ്, യെസ്. ചെയ്യാൻ പറ്റില്ല, നമ്മള് പൈസ ഉണ്ടാക്കട്ടെ ഗൈസ്. നമുക്കൊന്ന് പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കിയേ പറ്റൂ തീരൂ.
പൈസയോ പൈസയോ പൈസയോ? ഇല്ല 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 6 കോടി വേണം, 6 കോടി. നമ്മള് പൈസ ഉണ്ടാക്കട്ടെ, പൈസ ഉണ്ടാക്കട്ടെ. ഇപ്പൊ തന്നെ 4 കോടിയായി. 9 കോടിയായി. നമുക്ക് എന്തായാലും പോയിട്ടേ കൊടുത്തു കൊടുത്തിട്ടോ. മിയാവ് കിട്ടും തോന്നുന്നു. സ്ട്രോബെറി എലിഫന്റ്, സ്ട്രോബെറി എലിഫന്റ്. നമുക്ക് കിട്ടിയില്ല. നമ്മളെ ഇൻഡെക്സിൽ ഉണ്ടോന്ന് അറിയാൻ പാടില്ല. നോക്കട്ടെ കേട്ടോ. ഇൻഡെക്സിൽ എനിക്ക് സ്ട്രോബെറി എലിഫന്റ് കിട്ടിയിട്ടുണ്ടോന്നൊന്നും അറിയാൻ പാടില്ല. കിട്ടിയിട്ടുണ്ട്. സീക്രട്ടാണ്. 6000 രൂപയുടെ 5000 രൂപയുടെ സ്ഥാനമാണ് സീക്രട്ട്. പിന്നെ നമുക്ക് ഗോഡ് LW കിട്ടിയായിരുന്നു. നമ്മൾ അതൊക്കെ ഫ്യൂസ് മിസൈലിലിട്ട് കൊണ്ടുപോയി മൊത്തം നശിപ്പിച്ച് കളഞ്ഞു. അതൊക്കെയാണ് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യം. നമുക്ക് ഇത് കിട്ടി. ഇനി എനിക്ക് ഇത് വേണ്ട, ഇതും വേണ്ട. ഈ സാധനമാണ് എനിക്ക് മിയാവും. എടി ഇവന്മാര് പാക്രമാക്രമണത്തിനെ എനിക്കൊന്നും കിട്ടുന്നില്ല. നമ്മുടെ കയ്യിൽ ആക്സ് ഉണ്ട്. ആക്സ് ഒന്നും പോവില്ല. പിന്നെ ഓട്ടോബൈ ആക്കിയിട്ടേക്കണോണ്ട് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഓട്ടോബൈ നിൽക്കുള്ളൂ കേട്ടോ. അയ്യേ, ഇത് എന്തിനാണ് ഗൈസ്? അയ്യോ, നമ്മുടെ 6-7 പോയല്ലേ ഗാലക്സി ആയിട്ടുള്ള. എടുക്കാലോ. നമുക്ക് ഇപ്പൊ കളിയൊക്കെ തീരാറായി തുടങ്ങിയതല്ലേ ഉള്ളു ഗൈസ്. അപ്പൊ നമുക്ക് ധാരാളം. നമുക്ക് എന്തായാലും 1000 രൂപയുടെ ഈ സാധനം കൊണ്ട് എടുക്കാം. എടാ പോവാൻ പറ്റില്ല. എന്നാ ഗൈസ്, ഞാൻ ഇവിടെ പെട്ട് പണ്ടാരം പാടാ നോക്ക്. നമ്മളടുത്ത് ഇതെന്നാ ഗൈസ്, ഒന്നും കിട്ടൂല. എന്ത് പാടാ നോക്ക് ഗൈസ്. എന്ത് സാധനം? അയ്യേ, ഒരു നല്ല സാധനം താടാ. ഒരു നല്ല സാധനം തരാൻ പറഞ്ഞ ഒന്നും തരത്തില്ല. എടാ സാമി, നിനക്ക് ഇത്ര അഡ്മിൻ അല്ലടാ സ്റ്റീരിയോ ബ്രെയിൻഡോട്ടിന്റെ. ഒരു സാധനം പോയി തരാടാ. പെണ്ണ ഞാൻ കൊടുക്കും. പട്ടിപ്പെണ്ണെ അത്രേ ഉള്ളൂ. അയ്യോ, ഞാൻ ഇവിടെ പെട്ടു. അത്രേ ഉള്ളൂ. ഇപ്പൊ സാമി നമ്മൾ ഇത് അടിക്കുമ്പോ അന്നില്ലാട്ടോ ഗൈസ്. അതൊരു പ്രശ്നമല്ല. ഇവിടെ ഒരു സാധനം പോലും താടാ സാമി. നല്ലത് വല്ലതും താടാ. ബിർബലോണി. എടി ഇവന്മാര് പിച്ചക്കാശ് വരെ എടുത്തോണ്ട് പോണ ഇവന്മാരോട് പിന്നെ ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നും. അയ്യേ, ഒരു നല്ല സാധനം താടാ സാമി. ഈ സാമീനെ കൊണ്ട് മടുത്തു കഴിച്ചു. ഒരു നല്ല സാധനം പോലെ ഈ സാമി തരത്തില്ല. എന്ത് പാടാൻ നോക്ക. സാമിക്ക് വലിയ ആളല്ലേ സാമി. എടാ കൂമി, എന്തെങ്കിലും താടാ കൂമി. എടാ കൂമി, ഞാൻ നിന്റെ വയറ്റിന്റെ ഉള്ളിൽ പോയി ചെക്ക് ചെയ്യൂട്ടോ. നീ എന്നാ തിന്നാനെന്ന്. അവന്റെ ഒരു സാധനം. ഞാൻ ഇവന്റെ വയറ്റിന്റെ ഉള്ളിൽ പോകാൻ പോവാണ് വീസ്. എന്റെ വയറ്റിന്റെ ഉള്ളിൽ പോയി നോക്കട്ടെ വീസ്. വയറ്റിന്റെ ഉള്ളിൽ പോയാലും സാമി നടന്നു പോകുവായിട്ട് വീസ്. നമുക്ക് എന്തായാലും ഇവിടെ പോയിട്ട് അടിച്ചോട്ടിക്ക. ഓ ബിർബലോണി. ഓ ഗോൾഡ് മോനെ, ഗോൾഡ്. അയ്യോ കോക്കോ. എടാ കോക്കോ ഫാൻഡോ എലിഫാൻഡോ എടത്. അയ്യോ അടിക്കല്ലേ. കിട്ടിപ്പോയി സാധനം കിട്ടിപ്പോയി. എടാ ഇല്ലക്കടാ പട്ടി. എന്നാ പട്ടിച്ചെറുക്കാ അവിടെ ചുമ്മാ അടിക്കാൻ പറ്റൂ. ഗായ്സ് ഇത് നോക്ക് ഗായ്സ്. ഇത് ഇതിന് 199 റോബക്സ് മതി. അടിച്ചു മാറ്റിയാലോ നോക്കട്ടെ ഗൈസ്. എടാ കൊടുക്കണമെന്നൊക്കെ ഉണ്ടാ, പക്ഷെ കൊടുത്താൽ എന്നെ ഇവിടെ വെട്ടിക്കീർത്തി കൊന്നു കളയും. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. നമുക്ക് ഒരു ദിവസം റോബക്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഗൈസ്. അപ്പൊ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കണ്ടന്റുകൾ, അത് റോബക്സ് കൊണ്ട് അടിച്ചു മാറ്റാൻ കണ്ടന്റുകൾ ഞാൻ തരും ഗൈസ്. അല്ല, ഈ സാധനം അവിടെ നിന്ന് കിട്ടാനാണ് ഗൈസ്. ഇത് എങ്ങനെയാ അവൻ എടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒറ്റ സമയത്ത് ഒരു ഇവന്റ് അല്ലടാ കിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാ അത് അവനക്ക് കിട്ടിയേ? ആ ചേച്ചിയുടെ അടുത്ത് പോയി ചോദിക്കായിരുന്നു ഗൈസ്. പക്ഷെ ആ ചേച്ചി തരില്ല, നമ്മളെ അടിച്ചല്ലോ. സാധനം എടുക്കാം. നല്ല സാധനം ഉണ്ട് ഗൈസ്. നല്ല സാധനം പറഞ്ഞാൽ അടിപൊളി സാധനം. അടിച്ചിട്ടാ നിനക്ക് കിട്ടൂല മോനെ. അടിക്ക
നീ ഇനി കൊണ്ടുപോകണം. ആരെയും കൊണ്ടുപോകാം. ആരെയും കൊണ്ടുപോകാം. നീ വാ. പട 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 പട. ഛേ, പോയി ഗൈസ്, പോയി. ഞാൻ ഇവനെ അടിച്ചിടാൻ പോവാണ് ഗൈസ്. ഇത് കൊള്ളില്ലല്ലോ ഗൈസ്. ഇവന്റെ ബേസ് അയ്യേ, ഈ തീട്ടത്തിന്റെ ബേസ് ഇതാണ് ഗൈസ്. ഇവനാണോ നമ്മളെ അടിക്കാവനെ? പോടെ പട്ടിച്ചെറുക്ക. അവൻ എന്നെ അടിക്കാവനും. നിനക്ക് റോബക്സിൽ ഒരു കുണ്ടാനും ഇല്ല. പിന്നെ എന്തിനാണോ നീ ഞങ്ങളെയൊക്കെ അടിക്കണേ? മാറി ഇറക്കാം അങ്ങോട്ട്. നമ്മളെ അടിച്ചിടും ഗൈസ്. അവൻ എന്നെ കോടാലി വെച്ച് വെട്ടാൻ പറ്റും. അവനക്ക് ഒന്നും അറിയാൻ പാടില്ല ഗൈസ്. മാറിക്കളാ ചേർക്കാം. മാറിക്കളാ. ഇത് എന്നെ അടിച്ചിട്ടാ. എന്നെ അടിച്ചതാ. പോടാ പട്ടി. എന്റെ ബേസ് നിങ്ങക്ക് അറിയാവോ? ഞാൻ എന്നാ കാണിക്കണേ ഗൈസ്? പോടാ ഇറക്കാം. പോടാ പോടാ. ഞാൻ ഇവിടെ നിന്നിട്ട് അടിക്കാൻ പോവാണ്. ഒളിച്ചു പോയി നമ്മൾ അടിക്കുന്നു. നമ്മൾ ഒളിച്ചു പോയിട്ടാണ് അടിക്കുന്നത്. കൊടുത്തേ. നമ്മള് കൊടുത്തുട്ടോ. നമ്മുടെ ശത്രു ആയതുകൊണ്ടാണ് നമ്മൾ കൊടുത്തത്. നമുക്ക് ഇതെന്നെ അടുത്ത് കൊടുത്തു നോക്കട്ടെ. പൊളിപ്പൻ സാധനം. 4000 രൂപ പെർ സെക്കൻഡ് വെച്ച് കിട്ടണ സാധനം. ഇതെന്തായാലും നമ്മള് പൊളിക്കും ഗൈസ്. ഈ ഗെയിം നമ്മള് നമ്മുടെ ബേസ് ഗോൾഡൻ ബേസ് ആക്കും ഗൈസ്. നമ്മുടെ 3 ഐറ്റംസും ഗോൾഡാണ് ഗൈസ്. നമുക്ക് വല്ല സ്പിന്നും വന്നോ? ഫാസ്റ്റ് സ്പിൻ ആക്കുക. ഒരു സാധനം നല്ലത് കിട്ടത്തില്ല ഗൈസ്. പണ്ടാര പരിപാടി. നമുക്ക് കുറച്ച് പൈസയൊക്കെ വേണം ഗൈസ്. ത്രാളല്ലോ. ഇപ്പൊ ആർക്കും വേണ്ടായിരിക്കും. ഇത് ഒരു ദിവസം നമ്മൾ ഇതൊക്കെയല്ലേ വലുതാക്കിയത്. അതുകൊണ്ട് ഞാൻ ഇതെടുത്തോണ്ട് പോവാണ് ഗൈസ്. ഇതൊക്കെയാണ് നമ്മളെ ഇത്രയും ദിവസം വലുതാക്കാൻ സഹായിച്ചൊരു സാധനം. ഈ സാമിനെ കൊണ്ട് ഞാൻ മടുത്ത് ഗൈസ്. പോയത് ഓൾറെഡി പോയി ഗൈസ്. ഓൾറെഡി പോയി. ഇതെവിടെ ത്രാളല്ലോ? എടാ മോനെ. പക്ഷേ നമുക്കൊന്നും കിട്ടൂന്നൊന്നും അറിയാൻ പാടില്ല ഗൈസ്. നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. നമുക്ക് എന്തായാലും ഇതിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഗൈസ് നമ്മളെ സ്റ്റീൽ ബ്രെയിൻ റൂട്ടിൽ മറ്റേ സുനാമി എസ്കേപ്പിലേക്ക് കയറിയിട്ടുണ്ട്. LTMലേക്ക്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടെ ഇന്ന് സ്വസ്ഥമായിട്ട് നമുക്ക് കളിക്കാം ഗൈസ്. ഇവിടെ ഇരിക്കുന്നതാണ് ഗൈസ് ഏറ്റവും എളുപ്പം. ഇവിടെ ഭയങ്കര സ്വസ്ഥതയാണ്. ഇവിടെയൊക്കെ മില്യൺ കണക്കിന് പൈസകളായി ഗൈസ്. 200 ബില്യൺ ആയിട്ടോ ഗൈസ് നമ്മുടെ കയ്യില്. ഇതേടെ ഇവന്റെയൊക്കെ കയ്യിൽ ത്രാലലോസ് ഉണ്ട്. ഇവിടെ ഞാൻ ഒരു കാര്യം നോക്കാൻ പോവാണ് ഗൈസ്. എന്താ അറിയോ? നമ്മുടെ കയ്യില് ഇത്രയും ബില്യൺ ഉണ്ട്. അതല്ല ഞാൻ പറയാൻ വന്ന കാര്യം. ഇത് നമുക്ക് ഫീമെയിൽ ത്രാലലേലോനെയും മെയിൽ ത്രാലലേലോനെയും കൊണ്ടിട്ടാൽ നമുക്ക് ചിലപ്പോൾ വല്ലതും കിട്ടുമോ? ഇത് 50 ത്രാലലേലോ നമുക്ക് അവിടെ കാണിച്ചേക്കണ എന്താ നോക്കട്ടെ കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ കാണിച്ചേക്കണ എന്നതാ? എടാ നമുക്ക് ഓരോ സമയത്ത് ഓരോ ബ്രെയിൻ റൂട്ട് വെച്ചാടാ കാണിക്കണേ. നമുക്ക് ആ സാധനത്തിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാ. പക്ഷെ ത്രാലലേലോ ആണെങ്കിൽ എളുപ്പല്ലേ. ഫീമെയിൽ ഇപ്പൊ കിട്ടും തോന്നുന്നില്ല. അല്ല, മെയിൽ ഇപ്പൊ കിട്ടും തോന്നാം. ഫീമെയിൽ കിട്ടും. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു സാധനമാണ് ഫീമെയിൽ. മെയിൽ കിട്ടാൻ പാടായിരിക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാം. ഓടി കളിക്കാടാ കുഞ്ഞിപ്പോഴും. ബെസ്റ്റ്. ഞാൻ ഇവിടെ സ്പോണാക്കി. ഞാൻ ഒരുത്തനെ സ്പോണാക്കിയിട്ട് നമ്മുടെ ഡൂപ്ലീനെ സ്പോണാക്കിയിട്ട് ഇവിടെ ഒരാളെ ഇങ്ങനെ എടോ മോനെ സീനട്രാ ചത്ത്. ബെസ്റ്റ്. ശരി എന്നാ ഗൈസ് നമുക്ക് കാണാൻ പറ്റാനെ. അതെന്താ കാണാൻ പറ്റാനെ? എന്നാലും എടാ ഒരു സ്പോണാക്കടാ. നമ്മൾ ഇനി അടിച്ചു വിടും ഗൈസ്. നമ്മൾ ഇനി ചത്തവൻ ഇല്ല ഗൈസ്. അവൻ ചത്തില്ല. അയ്യോ, നമുക്ക് വേറെ പണിയൊന്നുമില്ല ഗൈസ്. നമ്മളടിച്ച് നമ്മളും അടിക്കും. പോടാക്കാം അങ്ങോട്ട്. അവിടെ ഒരു ക്ലൗണിനെ സ്പോൺ ചെയ്യട്ടെ ഗൈസ്. അയ്യോ, നമ്മള് സ്പീഡ് ഓണാക്കിയില്ലാന്ന് കരുതിപ്പോയി ഗൈസ്. നമ്മൾ ഓരോ ടൈമിങ്ങിന് ഓരോ ക്ലൗണിനെ സ്പോൺ ചെയ്യും ഗൈസ്. അതാണല്ലോ നമ്മുടെ ഒരു ഐഡിയ. അതാണെങ്കിൽ നമുക്ക്
അവിടെ നിന്ന് ഒറ്റ ക്ലിക്കിൽ ഇവിടെ വരാലോ. അതാണ് ഞാൻ ഈ സാധനത്തിന് വേണ്ടിയാണ് കൈസ് ഒരുപാട് റീവർത്ത് ചെയ്തത്. നമുക്ക് മറ്റേ ക്ലൗണിനെ കിട്ടും, മറ്റേ ത്രാളലയോ ഫീമെയിലിനെ മെയിലിനെ കിട്ടാനുള്ള കൈസ്. മെയിലിനെ കാണാനില്ല, ഫീമെയില് നമുക്ക് എന്തായാലും നോക്കട്ടെ ഗൈസ്. ഇവിടെ ഒരു തെണ്ടി ചെറുക്കനുണ്ട് ഗൈസ്, നമുക്ക് പാടാം ഗൈസ്. ഈ ഇതിനെടുത്തോണ്ട് പോവാ. ഇവനെ കൊണ്ട് തോറ്റു ഗൈസ്. ഒരു സാധനം എടുക്കുക സമ്മതിക്കുള്ള ഗൈസ്. എന്ത് പാടാ നോക്ക് ഗൈസ്. നമ്മുടെ അങ്ങേയറ്റത്തൊരു ലവാക്ക സത്തൂനുണ്ട് ഗൈസ്. ഞാൻ പോവാണ് ഗൈസ്, ഞാൻ പോവാണ്. ഫാസ്റ്റ് വരണ്ട് പറയാ. കുഴപ്പമില്ല നമുക്ക് പോവാം. അയ്യോ ചത്തുപോയി ഗായ്സ്. എന്ത് പാടാ നോക്ക് ഗൈസ്. എടാ ഇവനക്ക് എന്നാടാ സൂക്കേട്? കൊടുക്കട്ടെ അവൻകിട്ട്, ഞാൻ കൊടുക്കും ഗൈസ്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഗൈസ്. അവനെ നമുക്ക് ഒന്ന് പെടുത്തണം ഗൈസ്. അവനൊന്ന് ഞാൻ പെടുത്തു. ഞാൻ ഇവിടെ ഒരെണ്ണം സെറ്റ് ചെയ്തു ഗൈസ്. ഞാൻ ഇവിടെ ഒരെണ്ണം സെറ്റ് ചെയ്തു. നമുക്ക് ലവാക്കസത്തൂലിനെ എടുത്തോണ്ട് പോവാം. അതായിരിക്കും ഇനി ഉണ്ടാവുള്ളൂ. നമുക്ക് അത് എടുത്തോണ്ട് പോവാം ഗൈസ്. ലവാക്കസത്തൂല് ഓൾറെഡി ഉണ്ട്, 300K ആണ്. നിങ്ങൾ പറ ഗൈസ്, എടുക്കണോ വേണ്ടിയൊന്നും. അയ്യോ വീണ്ടും ചത്തി പണ്ടാരം ഗൈസ്. പാടാട്ടോ നമ്മൾ രക്ഷപ്പെടാന്ന് പറഞ്ഞ. അയ്യോ ഇവന്റെ ഒരു തീട്ട സാധനം ഉണ്ടാക്കി വെച്ചു അവന്റെ. ഇവർക്ക് വേറെ പണിയില്ല ഗൈസ്. നമ്മളൊരു സാധനം മാറ്റട്ടെ ഗൈസ്. ഈ വാളിന് ഇതിന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ. നമ്മൾ ഇത് വെച്ച് അടിച്ചിട്ട് തെറിപ്പിക്കാൻ പോണ ഗൈസ്. അതിന് ജസ്റ്റ് മിസ്ഡാ. ഇത് 300K പെർ സെക്കൻഡ്. കുക്കറാച്ച കിട്ടി ഗൈസ്. കുക്കറാച്ച നമുക്ക് ഇത് എടുത്തോണ്ട് പോവാം ഗൈസ്. ഇവിടെ വന്നിട്ട് ഒരെണ്ണം എടുക്കാണ്ട് പോണത് ശരിയല്ലല്ലോ. ലവാക്കസത്തൂലിനെല്ലാം എടുത്ത് കുക്കറാച്ചനെ എടുത്തിട്ടുണ്ട് ഗൈസ്. അയ്യോ ഫാസ്റ്റ്. എടാ ഇവിടെ മൊത്തം ആൾക്കാരാടാ. എടാ ഈസി പോടാ. ഈസി പണ്ടാരം ഇവിടെ കേട്ടാ. കേറ്റി യെസ് ഗൈസ്, നമ്മൾ കേട്ടിരിക്കുന്നു. നമുക്കേ ഇന്ന് ഇച്ചിരി എടുക്കട്ടെ ഗൈസ്. ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. പൈസ ഒക്കെ എടുക്കട്ടെ. നമുക്ക് പെട്ടെന്ന് റീബർത്ത് ചെയ്യണം. 800 ബില്യൺ ആണ് ഗൈസ്. നമ്മളെന്ത് ചെയ്യും? നമുക്ക് പണി കിട്ടും, അത് വേറെ കാര്യം. ഞാൻ ഇന്നൊരു രാവിലെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു എന്ന് തോന്നുന്നു. സബ്സ്ക്രൈബർ ആണോ നമ്മളെ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ സബ്സ്ക്രൈബർ ആണോന്ന് പറയാൻ എന്നിട്ട് പറഞ്ഞാലും വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ എഴുതി വിട്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അയാൾ ആ കൂട്ടുകാരൻ ഇവിടെ അവിടെ ഞാൻ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. ഇപ്പൊ എനിക്ക് മൊത്തത്തിൽ ആൾക്കാരെന്നെ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ ഷോർട്സ് ഇട്ട് കഴിഞ്ഞപ്പോ പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ എന്തോരം പേരൊന്നും പറയും. അതൊക്കെ ഇഷ്ടം പോലെ ഇപ്പം ഡൂപ്ലിയാണ് ഡൂപ്ലി നോക്കണ്ടല്ലോ. ഇതിനുള്ളില് ഈ സാധനത്തിന് കിട്ടുക ഭയങ്കര പാടാടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഗൈസ്? ഇപ്പോ എൻ്റെ ഫീമെയിൽ മാത്രമേ ഉള്ളൂ, മെയിലില്ല. പോയോ എന്റെ ക്ലൗൺ. ബെസ്റ്റ് എന്നാ ഗൈസ് പണ്ടാരം. എടാ ഇതൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് ഈ സാധനം കിട്ടുന്നു. ഇത് ഭയങ്കര വില കൂടിയ സാധനമാണ്. എടാ ഇതൊന്നും എൻ്റെ കയ്യിലില്ലടാ. ഗായ്സ് ഇത് പാടാൻ നോക്ക്. എക്സ്റ്റെൻഡ് ബാലറീനോ ക്യാപ്പുച്ചീനോ. എടാ മോനെ, ഇവൻ അവിടെ മറ്റേ പബ്ലിക് സെർവറിൽ കളിച്ച്
മടുത്തിട്ട് വന്നേക്കണേന്ന് തോന്നുന്നു ഗൈസ്. ഒരുപാട് ഇവന്റിന് കിട്ടിയതാന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് നാളത്തെ ഇവന്റ് എന്തായാലും കളിച്ച് തീർക്കണം ഗൈസ്. നാളത്തെ ഇവന്റ് എന്തായാലും നമ്മൾ കളിക്കും ഗൈസ്. നമുക്ക് പോവാം ഗൈസ്, നമുക്ക് പോവാം. അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ. അതൊക്കെ അത്ര ഉള്ളൂ. ഞാൻ കൊന്നോ? ചത്തോ? ഇല്ല ഇല്ല ഇല്ല. എടാ അവനെങ്ങനെ ചാകാണ്ടിക്കണേ? എടാ അവന്റെ കയ്യിൽ മിഷീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ അവന്റെ കയ്യിൽ ഇങ്ങനത്തെ ടെക്നോളജി ഒക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി. ടെക്നോളജിയാ ബെസ്റ്റ്. നമുക്ക് എന്തായാലും ഒരു സാധനം കിട്ടിയല്ലോ. നമ്മുടെ വീട് എന്തായാലും ഇത്രേ ഉള്ളൂ. നമുക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മള് വീട് എന്തായാലും നിർത്തുവാണ് ഗൈസ്. അപ്പൊ ബൈ ബൈ. സബ്സ്ക്രൈബ് മറക്കല്ലേ ഗൈസ്. സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മള് വീഡിയോ നിർത്തണം. അപ്പോൾ ഞാൻ 10 സെക്കൻഡിൽ ഉള്ളിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ടെങ്കിൽ എപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയും ഇതുപോലത്തെ കിട്ടാച്ച വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. ഇത്രയുള്ള വീഡിയോ ബട്ട്